സ്റ്റണ്ട് ആക്ഷൻ പരിപാടിയിൽ നെക്സ്റ്റ് ലെവൽ പരിപാടികൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഷെരീഫ് മുഹമ്മദ്, മാർക്കോന്റെ പ്രൊഡ്യൂസർ, ക്യൂബ്സ് എന്റർടൈൻമെന്റ്. പുള്ളി മാർക്കോന്റെ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റണ്ട് പടങ്ങൾ, ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ലെവൽ സാധനം പിടിച്ചിട്ടായിരിക്കൂലേ പുള്ളിയുടെ നെക്സ്റ്റ് പടം വരാൻ പോകുന്നത്. ഹായ് ഗൈസ്, കാട്ടാന്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വാ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്. ഷെരീഫ് മുഹമ്മദ്. ടീസർ പൊളിച്ചു. ഹെവിനെസ് ഉണ്ട് സാധനത്തിന്. കാടിന്റെ ഉള്ളിലത്തെ സീനിലും അടിപൊളിയായിട്ടുണ്ട്. ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഷോർട്ടോ സംഭവങ്ങളെല്ലാം പൊളിച്ചിട്ടുണ്ട്. DOP നന്നായിട്ടുണ്ട്. പുതിയൊരു സംവിധായകനാണ്, പോൾ ജോർജ് ആണ്. പെപ്പവിന്റെ സ്റ്റണ്ട് സാധനങ്ങൾ ചെയ്യാൻ ഇപ്പൊ ഉണ്ണി മൂന്ന് ഡെലിവറി ചെയ്ത പോലെ തന്നെ പുള്ളി ഇത് കലക്കനായി സംഭവം വിടും. അവസാനത്തെ കറങ്ങിയുള്ള വെടിവെപ്പ് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഫൈറ്റ് സ്റ്റണ്ട് സീനുകൾ കാണാൻ ഉറപ്പായിട്ടുണ്ടാവും. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഷുവറാണ്. പുള്ളിയുടെ കുറെ നാളിന് ശേഷമുള്ള ഒരു ഫുൾ അടിപ്പടാണ്. RDX മിന്നിച്ച പടാണ്. അതിനുശേഷം കൊണ്ടല്ല പടമെല്ലാം വന്നു, ദാവീദ് വന്നു. അതൊന്നും കലങ്ങിയില്ല. അതൊന്നും എന്താ പറയാ, അതൊന്നും അടിപൊളിയായിട്ടില്ല. പക്ഷെ ഈ ഒരു പടം എന്തായാലും ഒരു ആന്റണി പെപ്പെ ഫീസ്റ്റ് ട്രീറ്റ് ആയിരിക്കും. അതിനുള്ള സംഭവം സിനിമയിൽ കാണുന്നുണ്ട്, ടീസറിൽ കാണുന്നുണ്ട്. മാർക്കോന്റെ ടീസർ ഇതിലും ഒരു പടി മുകളിലായിരുന്നു. ഇനി ട്രെയിലർ ഇറങ്ങാൻ പോകുന്നത് ശരിക്കും പടം അടിപൊളിയായിരിക്കാം. മെയിൽ ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ഹൈലി വെയിറ്റിംഗ് എടുക്കുന്ന ഒരു സംഭവം കിടക്കുന്നുണ്ട്. ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ആന്റണി വർഗീസ് പെപ്പെ ആനയുടെ മുകളിൽ ചവിട്ടി എന്ന് പോസ്റ്റർ ഭയങ്കര വിവാദമായിട്ടുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ് അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു ഈ പടത്തിനെ കുറിച്ചിട്ട്. ആനയെ പോലെയുള്ള ജീവിയെ ഉപദ്രവിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ്. കുറച്ച് നേരിലായിരുന്നു. കാട്ടാളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാട്ടില് ഈ ആനയെ കൊന്നിട്ട് ഒരു കൊമ്പെടുത്ത് കൊണ്ടുപോകുന്ന ആ പരിപാടികളുണ്ടല്ലോ, ഇല്ലീഗൽ ആക്ടിവിറ്റി, അതിനെ തുറന്നു കാണിക്കുന്ന ഒരു പടമായിരിക്കും. അപ്പൊ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് മേ ബി ആന്റണി വർഗീസ് പെപ്പെ ആയിരിക്കാം. അപ്പൊ പുള്ളിയുടെ ഒരു കാട്ടാളൻ, ആ ഒരു റോളാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ സിനിമയായിട്ട് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലീഗലാണ് അല്ലെങ്കിൽ മോശമാണ് കാണിക്കുക എന്നുള്ളൊരു മെസ്സേജിനായിട്ട് വരുന്ന ഒരു പടമാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ ഗ്ലോറിഫൈ ചെയ്ത പടമാവാം. ആനയെ മാത്രം നമ്മൾ ഒരു ജീവികളെ ഹാം ചെയ്യാൻ പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതൊരു സിനിമയാണ്. സിനിമയായിട്ട് കാണുമ്പോൾ റിയൽ ലൈഫിൽ നടക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ കാട്ടുന്ന ആനയെ കൊന്നിട്ട് കൊമ്പടിച്ച് മാറ്റി കൊണ്ടുപോകുന്നുണ്ടാവും. ആ സംഭവത്തെ നമ്മളെ സിനിമയെ ആവിഷ്കരിക്കുന്നത് മാത്രം. ആന്റണി വർഗീസ് പെപ്പയുടെ ഫൈറ്റ് സീനും സ്റ്റണ്ടും സംഭവങ്ങളൊക്കെ കാണാൻ വെയിറ്റിംഗ് ആണ്. എങ്ങനെ ഉണ്ടാവും കാണാൻ. അത് കാടിന്റെ ഉള്ളിൽ നിന്ന് ഹെവി ഫീലിംഗ് ആയിരിക്കും. അത് നമുക്ക് മാർക്കോലെ കാടിന്റെ ഉള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്, ഉണ്ണി മൂന്നനും വില്ലനുമായിട്ട്. അതുപോലെ അതിലും ഗുമ്മടിക്കുമോ നോക്കാം. പിന്നെ നമ്മൾ മാർക്കോലെ വില്ലൻ കബീർ ദുഹാൻ സിംഗ് ഉണ്ട്. വില്ലനായിട്ടാണോ പെപ്പയുടെ കൂടെയാണോ പെപ്പയുടെ ഓപ്പോസിറ്റ് ആണോ ഒന്നും അറിയില്ല, പക്ഷെ ഉണ്ട്, പുള്ളിയുണ്ട്. അതുപോലെ തന്നെ തുഷാര വിജയൻ ആണ് നായികയായിട്ട് കാണുന്നത്. അജിനീഷ് ലോകനാഥാണ് മ്യൂസിക് ടീസറിൽ ഒരല്പം നോയ്സി ആയിട്ട് തോന്നി. ഓവറോൾ കുഴപ്പമില്ല. പക്ഷെ ഒരു യൂണീക്നെസ് ഉണ്ട് BGMന്. പക്ഷെ എങ്കിലും ലിറ്റിൽ ലൗഡായി തോന്നി. സിനിമയിൽ എത്തുമ്പോൾ അടിപൊളിയായിരിക്കാം. ഇതൊരു ടീസർ മാത്രമല്ലേ. എന്തായാലും ഈ ഒരു പടത്തിന്റെ റിലീസിനായിട്ട് ഹൈലി വെയിറ്റിംഗ് ആണ്. എമ്മാതിരി സ്റ്റണ്ടായിരിക്കും. ആർക്കും ഉണ്ടാക്കി വെച്ച റോളുണ്ട്. അതും അതിന് മേലെയുള്ള ഒരു വൈബ് ഉണ്ടാകും. നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ടീസർ കണ്ടോ? എങ്ങനെയുണ്ട് ടീസർ? പെപ്പെ എങ്ങനെയുണ്ട്? പടം എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കുമോ? നിങ്ങളിത് കാണാൻ വെയിറ്റിംഗ് ആണോ? അല്ല ഈ ഒരു വിഷയം, ആനയെ സംബന്ധിച്ച വിഷയത്തിൽ എതിർപ്പാണോ ഉള്ളത്, അല്ല അനുകൂലിച്ചിട്ടാണോ ഉള്ളത് എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. മറന്നുകൂടാട്ടോ. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.